അയ്യപ്പൻ്റെ സ്വർണ്ണത്തിൽ പോലും കൈവയ്ക്കാമെന്നുള്ള ധൈര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രോഫിറ്റബിൾ ആകുമെന്ന് ഉറപ്പുള്ള ഒരു സംരംഭം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് സംരംഭം എന്ന് പറയുന്നത് CPM അനുകൂല PR ഏജൻസി നിങ്ങൾ തുടങ്ങിയാൽ അത് നല്ല സംരംഭമായിരിക്കും. ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കില്ല. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്ന് 4.5 വർഷം 1 രൂപ കൂട്ടിയില്ല, എന്നിട്ടിപ്പോൾ 400 രൂപ കൂട്ടി. ഇനിയിപ്പോൾ 3-4 മാസം കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കൂട്ടിയോ എന്ന് ചോദിച്ചാൽ കൂട്ടി. സർക്കാർ ജീവനക്കാർക്ക് കോടികളുടെ കുടിശ്ശികയാണ്, കരാറുകാർക്ക് കോടികളുടെ കുടിശ്ശികയാണ്, പഞ്ചായത്തുകൾക്ക് നൽകേണ്ട ഗ്രാൻറ്റുകൾ ഓരോ വർഷവും ഗണ്യമായ രീതിയിൽ വെട്ടിക്കുറയ്ക്കുക. നിസ്സാര വെട്ടിക്കുറവല്ല, എന്നാൽ ധൂർത്തിനൊന്നും ഒരു കുറവുമില്ല. തിരിച്ചു വരണം എന്നുള്ള അഭിപ്രായമൊക്കെ അവർ പറയുന്നുണ്ട് പലരും. പക്ഷേ അതൊക്കെ പാർട്ടിയും ഇലക്ഷൻ്റെ കാര്യങ്ങളാണല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനെക്കുറിച്ച് ചർച്ചയ്ക്കില്ല. നമുക്ക് അർഹതപ്പെട്ടത് എന്ന് നാട്ടിലെ മുഴുവൻ ആളുകളും പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ടാവും. ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു കാലത്തും പരസ്യമായിട്ടുള്ളൊരു പരാതി പറയുന്ന ആളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരില്ല. ആ ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല.